40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മോനക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ കുട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അതിനെ അറിയില്ല. ഇതിനാണ് ഈ പെണ്ണുങ്ങളെ വെച്ചു എന്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ പണിക്കാർ ഉപയോഗിക്കുന്ന ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ തങ്ങൾമാരെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. പാണക്കാട് കുടുംബമൊക്കെ പ്രശസ്തരായത് തങ്ങൾമാരായതുകൊണ്ടാണ്. ഇസ്ലാം മതപ്രകാരം തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്, അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു തങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ തങ്ങൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. എല്ലാവരും കേട്ട് കാണും, പേര് ഹമീദ് ആറ്റുകോയ തങ്ങൾ. വലിയ ആരാധക വൃന്ദമുള്ള ആളാണ്. ഇസ്ലാം മതത്തിന്റെ പേരും പറഞ്ഞ് രോഗചികിത്സ മുതൽ സകല തട്ടിപ്പുകളും നടത്തുന്ന മഹാനാണ്, പണ്ഡിതനാണ്. പക്ഷെ ഖുർആൻ മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഇസ്ലാം മത വിശ്വാസമായിട്ടുള്ള ഒരു ചെറിയ കുട്ടിക്ക് വരെ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. പക്ഷെ മഹാ തട്ടിപ്പ് വീരനായിട്ടുള്ള ആറ്റുകോയ തങ്ങൾക്ക് തട്ടിപ്പ് നടത്തുന്ന തിരക്കിനിടയിൽ ഖുർആൻ പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ, ഹമീദ് ആറ്റുകോയ തങ്ങളുടെ മതവിജ്ഞാനം അളക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്. മതത്തിന്റെ മറവിൽ ഇയാൾ നടത്തുന്ന പല തട്ടിപ്പുകളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴായി ഇയാൾക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം വെറും ആരോപണങ്ങളായി ഒതുങ്ങി പോവുകയായിരുന്നു. ഇപ്പൊ അത് ഏറ്റവും ഒടുവിൽ ഇയാളുടെ അടുത്ത് ഒരു ചികിത്സയ്ക്ക് വന്നൊരു സ്ത്രീ ഇയാൾക്കെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പ്, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ ആരോപണങ്ങളാണ് തങ്ങൾക്കെതിരെ ഈ സ്ത്രീ ഉന്നയിച്ചിട്ടുള്ളത്. അവരുടെ കയ്യിൽ തങ്ങൾക്കെതിരെ തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. യുനാനി ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഈ സ്ത്രീ തങ്ങളുടെ അടുത്തേക്ക് ചികിത്സക്കായി പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ആത്മീയ ചികിത്സ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചാണ് ഈ സ്ത്രീ മറുനാടൻ എക്സ്ക്ലൂസീവിലൂടെ തുറന്നു പറയുന്നത്. നമുക്ക് എന്തായാലും അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 3 സ്ത്രീകൾ ഒരു ലൈനിലും 3 സ്ത്രീകൾ ഒരു ലൈനിൽ നിർത്തി സെന്റർ ഒഴിവാക്കിയിട്ടിട്ട് ഒരു പിന്നെ ഇയാൾ അനിയനാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വന്നത്. പിന്നെ ഒരു ഷിയാബ് എന്ന് പറഞ്ഞ ഒരു തങ്ങള്, അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ തങ്ങള്. ഇയാള് ആ സെന്ററിൽ നിന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചിട്ടിരുന്നില്ല, ഞാൻ ഇടങ്ങണ്ണിട്ടിട്ട് നോക്കി. അപ്പൊ അവിടെ ഒരു സ്ത്രീന്റെ തല ഇങ്ങനെ തലോടുന്നുണ്ട്, പുറം തലോടുകൂടെ. ഇതിന്റെ തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ, അത് ഞാൻ ഉള്ളത് പറയില്ല. ഓരോരുത്തരെ കണ്ടാൽ തന്നെ അറിയത് തൊട്ടായിട്ട് കിട്ടുന്നവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവര് നോക്കട്ടെ, അപ്പൊ നിങ്ങളോടല്ലേ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണടച്ചിട്ടില്ലെങ്കിലോ എന്ന് വെച്ചാൽ കണ്ണടച്ചാൽ ഇത് പലിക്കൂലായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് അറിയില്ലത് ഉടായി പാടുന്നല്ലേ. എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ, പൈസ കൊടുക്കാൻ അവിടെ നടക്കൂല, നമുക്ക് അത് കണ്ടെത്തണമെങ്കിൽ ചിലത് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എത്ര കൊടുത്തു? അവിടെ 6666 രൂപ ഫസ്റ്റില്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ ചെല്ലുമ്പോ 1001 രൂപ തങ്ങ കൊടുക്കണം മൊത്തത്തില്. അത് ഞാൻ പറയാം. അങ്ങനെ അത് കൊടുത്തു. അത് കൊടുത്തിട്ട് ബില്ലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഇപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അത്ര വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയണ്ട, ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, വാങ്ങിയത് എനിക്ക് ഞാൻ കൊടുത്തതാണല്ലോ, അയാൾ ഇന്ത്യ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടായതൊന്നുമല്ലല്ലോ. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ഇനി അടുത്ത ആഴ്ച നിങ്ങൾ ഒന്നുകൂടി വരണം, അത് മേലക്കൊടക്കാട് വരണം, അവിടെ ഒരു കൊടിമരം, ആ കൊടിമരം പിടിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കൊടിമരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഹമീദ് തങ്ങളുടെ പ്രധാന തട്ടിപ്പുകളൊന്നാണ് ഈ കൊടിമരം എന്ന് പറയുന്നത്. ഇയാളുടെ തട്ടിപ്പ് കേന്ദ്രത്തിന്റെ നടുവിൽ പ്രധാനമായി പടുത്തുയർത്തിയ ഒരു കമ്പി, അതാണ് ഈ കൊടിമരം. അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. കാര്യം പിടികിട്ടിയല്ലോ, എന്തിനാണ് ഇങ്ങനെ ഒരു കൊടിമരം നാട്ടിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ. പണം കായ്ക്കുന്ന കൊടിമരം. ആ കൊടിമരം കുലുക്കിയ സമയത്ത് നിലത്ത് വീണ പണമല്ല എടുക്കുന്നത്. പാവപ്പെട്ട മനുഷ്യന്മാർ, അല്ലെങ്കിൽ അന്ധമായ വിശ്വാസമുള്ള, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മതം എന്താണെന്ന് അറിയാത്ത, വിവേകമില്ലാത്ത കുറെ പൊട്ടന്മാരായ മനുഷ്യന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. തങ്ങളുപ്പാക്ക് വേണ്ടി അവർ കാണിക്കായി കൊടുത്ത പണം. ഇനി നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നാണ് ഹമീദ് തങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ കൊടിമരത്തെ കുറിച്ച് തന്നെ ഹമീദ് തങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട്. വൻ കോമഡിയാണത്. നമുക്ക് എന്തായാലും കൂടി ഒന്ന് കേട്ടോക്കാം. ഞാൻ പറയാണ്, ആ കൊടിമരം 4 വർഷമായി ഇവിടെ വീട് താമസിച്ച അന്ന് മുതൽ വെച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ ആ കൊടിമരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ എന്താ കൊടിമരം ഇവിടെ നമ്മൾ സ്ഥാപിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ കൊടിമരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചികിത്സയുള്ള ദിവസം ഓരോ മണിക്കൂർ നമ്മൾ ദ്വാ ചെയ്യും കൊടിമരത്തിന്റെ അടുത്ത് പോയിട്ട്. അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ എന്താവും ആ കൊടിമരം കെട്ടിപ്പിടിച്ചു. അതൊരു ആരാധനയ്ക്കിങ്ങനെ തോന്നി, ഇതൊരു ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്നെന്തായി എനിക്കൊരു സംശയങ്ങള്. അതെ, ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്ന് തോന്നിയപ്പോ തങ്ങളുപ്പാപ്പയുടെ കുരുട്ടുബുദ്ധി പ്രവർത്തിച്ചു. എന്നാ പിന്നെ ഈ കൊടിമരം വെച്ചാവാം പുതിയ കളികൾ എന്ന് തീരുമാനിച്ചു. സ്ത്രീകൾക്ക് കെട്ടിപ്പിടിക്കണമെങ്കിൽ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, എന്നിട്ട് കൊടിമരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി പൈസ ഇട്ടോട്ടെ. അങ്ങനെയാണ് തങ്ങളുപ്പാപ്പ തന്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത്. ഉസ്താദ് തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് കേട്ടോക്കാം. ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങൾ അത് പിടിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരിക, ആയിരക്കണക്കിന്. അപ്പൊ അത് നമുക്ക് എന്തില്ല, തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എന്താകുന്നത്,
ഒരു ദിവസം ഞാൻ ഇവിടെ ദുആ ചെയ്യാൻ പോകുമ്പോൾ 2 കാക്കകള് അതിന് തൊട്ട് തന്നെ റമദാൻ മാസം നുണ പറയാൻ പറ്റില്ലല്ലോ. റമദാൻ മാസം എന്നല്ല ഏത് മാസവും നുണ പറയാൻ പാടില്ല. അതിനിപ്പോ ഞാൻ തങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്റെ കാക്കകൾ അവിടെ എന്തുണ്ട് ഇപ്പോൾ ഇങ്ങനെ കരി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ. അപ്പോ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശുദ്ധികളൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ സ്വലാത്തിന്റെ മജീസ് നടക്കുന്നതിന്റെ തലേ ദിവസം കെട്ടിയത്. പണി പൂർത്തിയായിരുന്നില്ല. പിന്നെ കാണാൻ സ്വലാത്തിന് ലക്ഷക്കണക്കിനാണല്ലോ വീട്ടിൽ വരും. അങ്ങനെ പല ആളുകൾ പൈസ തരും. അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളിൽ ഒരാളിട്ടേക്ക് പൈസ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും അയക്കും. പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സദസ്സിലാണ്. ഞാൻ തിരിച്ചത് വീട്ടിലൊക്കെ നേരെ വന്ന് കുടുംബത്തിലെ പൈസ ഞാൻ കണ്ടിട്ടില്ല. അത് യൂട്യൂബ് ഉണ്ടാക്കി അതെടുത്ത് നല്ല നിലക്ക വിട്ടത്. പിന്നെ നല്ലത് ചെയ്താലും മോശം കണ്ടത് പൈസയാണല്ലോ. അപ്പൊ കുരു പൊട്ടുമല്ലോ. കുരു പൊട്ടും. മതത്തിനും പേരും പറഞ്ഞ് ഇമാതിരി തോന്നിയാസം കാണിച്ചു കൂട്ടിയാണെങ്കിൽ ആർക്കായാലും കുരു പൊട്ടും. കുടിമരത്തിനടുത്ത് പോയി പ്രാർത്ഥിച്ച് അതിനൊരു ആരാധന വസ്തുവാക്കി മാറ്റുന്ന കുറച്ച് ഫ്രോഡ് തങ്ങൾമാരും അത് കണ്ടു തുള്ളുന്ന കുറെ മണ്ടന്മാരും. എന്താപ്പ കഥ? കാക്ക കരഞ്ഞപ്പോഴാണല്ലോ ഉസ്താദിന് ബോധോദയം ഉണ്ടായത്. എന്തൊക്കെ കേൾക്കണ ഇനി? എന്തായാലും ഫ്രോഡ് പാപ്പന്റെ പ്ലാൻ സക്സസ് ആയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇയാൾക്കെതിരെയുള്ള ആ സ്ത്രീയുടെ ആരോപണത്തെ കുറിച്ചാണല്ലോ. അവർക്ക് ഇനി എന്താണ് പറയാനുള്ളതും കൂടി ഒന്ന് കേട്ടോക്കാം. അവിടെ ചെന്ന് ഈ ഷിയാബ് എന്ന് പറഞ്ഞ തങ്ങളിനോട് ഇയാൾ പറഞ്ഞതിനോട് നമുക്ക് ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ പറയും എനിക്ക് ഒരു കാര്യം ചെയ്യണ്ട, എനിക്കിവിടെ ചിലവായ പൈസ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോവില്ല ഇവിടുന്ന്. എനിക്കൊരു രോഗമില്ലൊന്നുമില്ല, എനിക്കിവിടെ ചിലവായ പൈസ കിട്ടും. ഇവരെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് അറിയണല്ലോ. അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വിളിക്കാറ്. അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞ തെറാപ്പി സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞ് തങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, തങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. ഷിയാബിന്റെ ഇഷ്ടത്തിന് വരില്ല, തങ്ങൾ പറഞ്ഞിട്ടാണ് വരുന്നത്. തങ്ങളാണ് എന്നെ പറഞ്ഞയക്കുന്നത്, കറക്റ്റ് ലൊക്കേഷൻ വിടണം പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുത്തു. ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നിട്ട് ഇന്നെ കണ്ട് സംസാരിച്ചു. എൻ്റെ മോനെ കണ്ടപ്പം അയാൾക്ക് ഒന്നും പറയാനൊന്നുമില്ല. മോനക്ക് 20 വയസ്സുണ്ട്. മോനോ അവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലല്ലേ, ഒന്നും പറയാനില്ല. ഇയാൾ പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു ഫോൺ ചെയ്യും. അന്ന് 3 കോഴിക്കോട്ട് കൊടുത്താക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി വഴി നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു എന്തിനാ മോൻ അവിടെ നിർത്തിയത്, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതെന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല നമുക്ക് ഒരു ബിസിനസ് പരമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് തങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു തങ്ങള് പിന്നെ ആറ്റക്കോത്തങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയും. നമ്മൾ എനിക്കൊന്നും അറിയില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് അതുപോലെ നീങ്ങാൻ ഇന്നൊക്കെ രക്ഷപ്പെടാം, എനിക്കും രക്ഷപ്പെടാം. 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ നമുക്ക് തങ്ങളെ മോനക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ കുട്ടിനെ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അതിനെ അറിയില്ല. ഇതിനാണ് ഈ പെണ്ണുങ്ങളെ വെച്ചു. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ചെറിയ കാര്യങ്ങളല്ല ഹമീദ് ആറ്റുകോയ തങ്ങൾക്കെതിരെ ഈ സ്ത്രീ ഉന്നയിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. 40 വയസ്സിന് താഴെയുള്ള പെണ്ണുങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ബിസിനസ്സിലേക്ക് പങ്കാളിയാവാൻ ഹമീദ് ആറ്റുകോയ തങ്ങളുടെ ശിങ്കിടി തന്നെ ക്ഷണിച്ചു എന്നുള്ളതാണ് ഈ സ്ത്രീ പറയുന്നത്. അല്ലെ, തങ്ങളുടെ മകന് വേണ്ടിയാണ് ഇത്രയും പെണ്ണുങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. മകന് വേണ്ടിയൊന്നും ആവൂല, തങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും. എന്തായാലും ഇതിനെല്ലാം തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും അത് വൈകാതെ പുറത്തു വിടുമെന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. പക്ഷേ ഈ സ്ത്രീയെ തനിക്ക് തീരെ പരിചയമില്ല എന്നുള്ളതാണ് ഈ ഹമീദ് ആറ്റുകോയ തങ്ങൾ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നത്. അതിനെക്കുറിച്ച് ലേഡി പറയുന്നത് കേട്ടോക്കാം. അയാൾക്ക് ഇന്നറിയില്ല എന്നല്ലേ പറഞ്ഞത്? ഇന്നറിയില്ലല്ലോ അയാൾക്ക്. അയാൾ സംസാരിച്ച വോയിസുകളും അയാൾ എനിക്ക് ചാറ്റ് ചെയ്തതും എൻ്റെ ഫോണിൽ ഇന്ന് എല്ലാം ഉണ്ട്. അത് 8 മാസത്തായിട്ട് അയാൾ ഇന്നേറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നേറ്റ് സംസാരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മീഡിയക്ക് തരാം. എൻ്റെ ഫോണിൽ ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല. എൻ്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം എൻ്റെ അടുത്തേക്ക് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകൾ തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ കയ്യിലും അവരെ എനിക്ക് അയച്ച വോയിസുകളൊക്കെ എൻ്റെ ഫോണിൽ ഇന്ന് റെക്കോർഡിക്കല. അത് ഞാൻ കാണിക്കൊണ്ടടുത്ത് കാണിക്കും, കൊടുക്കൊണ്ടടുത്ത് കൊടുക്കും. ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരിൽ. അപ്പോൾ ഞാൻ തെളിയിക്കും അയാൾക്ക് അത്ര നട്ടലുള്ള ഒരാണാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളെന്ന് ഞാൻ പറയില്ല, തങ്ങളല്ല, അയാൾ ആറ്റാണെങ്കിൽ അല്ല ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കണ്. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാം. അയാൾ ഇന്നെ തെരഞ്ഞിങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീകളും എൻ്റെ കൂടെ ഉണ്ടാവും, തെളിവടക്കം ഞാൻ തരാം. അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താണെന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്ത് കിടാൻ പോവുകയാണ്. കാരണം ഓരോ സ്ത്രീകളും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. യൂസഫ് എന്ന് പറഞ്ഞത് ഒരു ഉസ്താദ്, അതേപോലെ താഹിർ എന്ന് പറഞ്ഞ ഒരാൾ. ഈ താഹിർ ഒരു പീഡന കേസിൽ പ്രതിയാണ്. അവിടെ കോട്ടക്കൽ വയസ്സമ്പടിക്കൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് പ്രശ്നമുണ്ട്. ശരി, ഇപ്പൊ ഇമാതിരി കള്ള ഉസ്താദുമാരും കള്ളസ്വാമിമാരും എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ പീഡനവും പെണ്ണുപാടുമ്പോൾ നിർബന്ധമാണല്ലോ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇമാതിരി ഫ്രോഡ് പരിപാടിയായിട്ട് ഇറങ്ങുന്നത്. എന്തായാലും താൻ ഒറ്റക്കല്ല, വേറെയും കുറച്ച് സ്ത്രീകൾ തങ്ങൾക്കെതിരെ തെളിവുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവർ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടും 1.5 മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പോലീസൊക്കെ ഇയാളുടെ കൂടെയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഉസ്താദിന് 1-2 ഉടായ്പകളും കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഞാൻ എന്റെ പണിക്കാർ ഉപയോഗിക്കുന്ന ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ താത്ത തെളിയിക്കണ്ടേ ഞാൻ പേഴ്സണൽ നമ്പർ കൊടുത്തത് അല്ലേ? അല്ല, അതൊക്കെ ജോലിക്കാരുടെ ഫോണാണ്. ഇവിടെ ഒരു 10-20 ചില ജോലിക്കാരുണ്ട്. ഇവിടെ ജോലിക്കാരുടെ ഫോണാണ്.
ഓലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും സ്വന്തമായിട്ട് ഒരു ഫോണ് പോലും ഇല്ല, പാവുണ്ട്. മുന്നിലിരിക്കുന്ന 2 ഫോണും ജോലിക്കാരുടേതാണ് പോലും. പക്ഷേ ജോലിക്കാരുടെ മൊബൈൽ ഫോണൊക്കെ ഉസ്താദിന്റെ ഫിംഗർ പ്രിന്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. ഒരു വോയിസ് ഇങ്ങോട്ട് കേൾപ്പിച്ചേ, എന്റെ പണിക്കാരത്തേക്ക് വന്നൊരു വോയിസ് ആണ്. ഞാൻ വീട് വെച്ച് കൊടുത്ത ഒരു കുടുംബത്തിന്റെ വോയിസ് കേട്ടിട്ടില്ല കേട്ടോ. ശരി, ഉസ്താദ് സ്ക്രീനിലെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ അമർത്തി നിൽക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്നിട്ട് ജോലിക്കാരുടെ ഫോണാണ് പോലും. അത് തന്നെ ഏറ്റവും വലിയ ഉടായ്പാണ്. ഫോൺ മുഖേന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, ഇയാളുടെ ഫ്രോഡ് പരിപാടി പുറത്തു വരികയാണെങ്കിൽ, എനിക്ക് സ്വന്തമായി ഫോൺ ഇല്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് തടിയൂരാലോ. ഉടായ്പിന് PhD എടുത്ത ആളാണ് മക്കളെ, ഒന്നും പറയണ്ട. ഇനി താൻ പാവങ്ങൾക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങളെ കുറിച്ചും എടുത്തു കൊടുത്ത വീടുകളെ കുറിച്ചും ഒക്കെ തങ്ങൾ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. ജാതി കള്ള ഫ്രോഡുകളുടെ ഒക്കെ സ്ഥിരം ഉടായ്പ പരിപാടിയാണിത്. എന്തെങ്കിലും ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ താങ്കൾ ചെയ്തു കൊടുത്ത ചാരിറ്റികൾ പൊക്കി പിടിച്ചങ്ങോട്ട് വരും. പറയുന്നത് കേട്ടാത്തൊന്നും ഇയാളുടെ തറവാട്ടിൽ നിന്ന് എടുത്ത പൈസ കൊണ്ടാണ് പാവങ്ങളെ സഹായിക്കുന്നത് എന്ന്. ഇയാളെ കാണാൻ വരുന്ന പൊട്ടന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച പണം കൊണ്ട് അതിന്റെ ചെറിയൊരു ശതമാനം എടുത്തിട്ടാണ് ഈ പാവങ്ങളെ സഹായിക്കുന്നത്, ചാരിറ്റി ചെയ്യുന്നത്. ഈ ഉടായ്പകൾ മറച്ചു വെക്കാൻ ചാരിറ്റിയോളം നല്ല പരിപാടി വേറെ എന്താ ഉള്ളത് അല്ലേ? ഇയാളെ പോലുള്ള ആളുകളുടെ പിന്നാലെ പോകുന്ന വിശ്വാസികളോട് വെറും പുച്ഛ മാത്രമാണ് തോന്നുന്നത്. എന്നാണ് നിങ്ങൾക്കൊക്കെ ഈ ബോധം വെക്കുന്നത്? ഇയാളെ പോലുള്ള കള്ളന്മാരുടെ ഉടായ്പകൾ പുറത്തു കൊണ്ടുവരാൻ സർക്കാർ നേരിട്ട് ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മതവികാരം ഇളകുതെന്ന് പേടിച്ചിരിക്കരുത്. ഇയാളെ പോലുള്ള ആളുകളുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.